വർഷത്തെ +2 സേ ഇംപ്രൂവ്മെന്റ് എക്സാം പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും സമയമില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ബിഗിൻ ചെയ്യാൻ കേട്ടോ. മക്കളെ, നമ്മുടെ സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 1 ആണ് കേട്ടോ. ജൂൺ 1 വരെ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയാം. സോ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് പോയി അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ചിലർ ചോദിക്കും, മിസ്സേ ജൂൺ 3 വരെ സമയം കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. എടാ, ജൂൺ 3 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ 600 രൂപ ഫൈൻ വേറെ എക്സ്ട്രാ അടക്കേണ്ടി വരും. എന്തിനാ വെറുതെ ഒരു ഫൈൻ അടക്കുന്നത്? ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് സേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബ് ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 150 രൂപയും അതുപോലെ തന്നെ ലാബ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 175 രൂപയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതിന് 500 രൂപയാണ് ആവുക. അതാണ് ഞാൻ പറഞ്ഞത്, ജൂൺ 1 ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അതാണ് ഇനി അടുത്ത സംശയം. നമ്മുടെ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളുണ്ടല്ലോ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സിന് അടുത്ത് പറഞ്ഞാൽ അവരൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കയ്യിൽ വെക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ഫോമിൽ ഒട്ടിക്കാനുണ്ടാവും. അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കുക. നെക്സ്റ്റ്, +2 ഗ്രേഡ് കാർഡ്, അതായത് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ റിസൾട്ട് ഉണ്ടല്ലോ, അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് ഒന്ന് കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ NHS ഉണ്ടാവും. ഇനി അതല്ല ഇംപ്രൂവ്മെന്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണോ നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുള്ളത് അത് നിങ്ങൾ കയ്യിൽ വെക്കുക. പിന്നെ SLC സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെക്കുക. നിർബന്ധമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ നോക്കിയ സോഴ്സസിലൊക്കെ തന്നെയും SLC സർട്ടിഫിക്കറ്റ് കാണുന്നുണ്ട്. ഒറിജിനൽ വേണ്ട, അതിന്റെ കോപ്പി മതി കേട്ടോ. ഇതൊന്നും നിങ്ങൾ കയ്യിൽ വെച്ചേക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ പോവുക. അവിടെ നിങ്ങളുടെ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള ഫോം നിങ്ങൾക്ക് വാങ്ങിക്കും. അതവിടെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഫില്ല് ചെയ്തിട്ട് പ്രിൻസിപ്പാളെ ഏൽപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് സ്കൂളിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി എക്സാമിന് ഡേറ്റ് എന്നാന്ന് അറിയാലോ? എന്താണ്? ജൂൺ 29 തൊട്ടിട്ട് ജൂലൈ 3 വരെയാണ് നമ്മുടെ എക്സാം വരുന്നത്. മക്കളെ, ഇപ്പൊ നിങ്ങൾ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ ഒരു മാസം സമയമുണ്ട്. വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇതിപ്പോ ഇത്രയും ഈ ഒരു മാസം കൊണ്ട് തിരക്കിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇംപ്രൂവ്മെന്റുകാർക്ക് എന്തായാലും ഒരു സബ്ജക്റ്റേ ഉള്ളൂ, അവർ കുഴപ്പമില്ല, എങ്ങനെയും കാണിച്ച് അവർ ഇംപ്രൂവ് ചെയ്യും അല്ലെ. ഇംപ്രൂവ് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. ഇനി അതല്ല, നിങ്ങൾ സേക്കാർക്കാണ് ഡൗട്ട്, ഒരു മാസമല്ലേ സമയമുള്ളൂ, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണോ? മക്കളെ, നിങ്ങൾ ഒരു വർഷം മുഴുവൻ കഷ്ടപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഒരു മാസം കഷ്ടപ്പെട്ട് അതങ്ങോട്ട് പാസ്സായി കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കുന്നതാണോ നല്ലത്? നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ വർഷം അല്ലെ പുതിയ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഫെയിൽ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്നതാണോ നല്ലത്? അതല്ലാതെ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ഒരു മാസം കൊണ്ട് അത് പഠിച്ചെടുത്തിട്ട് അല്ലെ അവരുടെയൊക്കെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണോ നല്ലത്? സേ എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലൈഫിൽ ഈ ഒരു ഏജിലുള്ള ഒരു വർഷം എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു വർഷമാണ്. കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അയ്യോ എൻ്റെ ഒരു വർഷം വെറുതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, വെറുതെ വേസ്റ്റ് ചെയ്യരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലോ, നമ്മുടെ എഡ്യൂപോർട്ടിൽ നമ്മുടെ സേ ഇംപ്രൂവ്മെന്റ് ബാച്ച് നമ്മൾ ബിഗിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യും എന്ന് അറിയാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളെ ഡിറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഗൈഡൻസ് നമ്മൾ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് നമ്മളെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കേട്ടോ, നമ്മൾ മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ തരും, ക്ലാസ് നമ്മൾ തരും, ലൈവായിട്ടും റെക്കോർഡായിട്ടും ക്ലാസ്സും എല്ലാം തരും. മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് കൂടെ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളുടെ മെന്റേഴ്സും ഉണ്ടാവും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് ഇതെനിക്ക് നേടിയെടുക്കണം, ഈ ഒരു വർഷം എനിക്ക് സേവ് എ ഇയർ, എൻ്റെ ഈ ഒരു വർഷം വളരെ വിലപ്പെട്ടതാണ്, ഈ ഒരു മാസം കൊണ്ട് ഞാൻ അത് നേടിയെടുക്കുന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആണ് കേട്ടോ. സോ 999 rupees ആണ് മക്കളെ ഒരു സബ്ജക്റ്റിന് വരുന്നത്. ഓക്കെ, ഒരു സബ്ജക്റ്റിന് നമുക്ക് 999 rupees ആണ് വരിക. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. 999 rupees ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏതിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഇതിന് ജോയിൻ ചെയ്യാൻ. ഇതിന്റെ താഴത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമന്റ് കാണാം. സോ ആ പിൻ ചെയ്തിട്ടുള്ള കമന്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഓപ്പൺ ആവും കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എങ്ങനെയാണ് ആ പേയ്മെന്റ്, അതായത് വേറെ നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോ രജിസ്റ്റർ ചെയ്യോ ഒന്നും ചെയ്യേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾക്കത് ഇപ്പോൾ തന്നെ പേയ്മെന്റ് നടത്തി ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഗതി ഓപ്പൺ ആവും, ഒരു രജിസ്ട്രേഷൻ ലിങ്ക് അല്ലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത്
ജോയിൻ നൗ, താഴെ നമ്മൾ ജോയിൻ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മളിതാ നമ്മുടെ പേരും ഫോൺ നമ്പറും, നമ്മുടെ നെയിമും ഫോൺ നമ്പറും ചോദിക്കും. അതൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കോഴ്സ് ഏതാണ് നമ്മുടെ കോഴ്സ്, നിങ്ങളിപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സേ ആണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ആണോ, ഏതാണോ നിങ്ങളുടെ കോഴ്സ്, ആ കോഴ്സും നമ്മുടെ സബ്ജക്റ്റും സെലക്ട് +2 സേ ഇംപ്രൂവ്മെന്റ്, ചൂസ് യുവർ സബ്ജക്ട്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് പർച്ചേസ് എന്നുള്ളത് കൊടുക്കുക. പർച്ചേസ് എന്നുള്ളത് ഇതാ ഇവിടെ ഇങ്ങനെ സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ, ഏതാണ് ഓരോരോ സബ്ജക്ട്. അപ്പൊ നിങ്ങൾ ഒരു 2-3 സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ 999 കൂടെ ആ ഓരോന്നോരോന്നോരോന്ന് ആഡ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് താഴെ പർച്ചേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ, റേസർ പേ എന്ന് പറഞ്ഞൊരു പേയ്മെന്റ് ഗേറ്റ് വേ അവിടെ വരും. ആ റേസർ പേന്റെ അകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയും ചെയ്യാം. അതല്ല നിങ്ങൾ കാർഡ് വെച്ച് പേയ്മെന്റ് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പേ ചെയ്യാം. പേ ചെയ്യുന്നതോടുകൂടി നമുക്ക് അവിടെ പേയ്മെന്റ് സക്സസ്ഫുൾ എന്നുള്ള സാധനം വരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഈ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ, അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ തൊട്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് ബാച്ച് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം എടുക്കും. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് അപ്പം തൊട്ട് ഓപ്പൺ ആവും. നിങ്ങൾക്ക് അപ്പം തൊട്ട് പഠിച്ചു തുടങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ മെയ് 30 തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുന്നത് കേട്ടോ. ഈ മെയ് 30-ാം തീയതി തൊട്ടിട്ടാണ് നമ്മുടെ ബാച്ച്, നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടാവുന്നതാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വേറെ എക്സ്ട്രാ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഓക്കെ, വർണിത ഹരിദാസ് എന്നുള്ളത്. ജസ്റ്റ് ഇതിലൊന്ന് മെസ്സേജ് ഇടുക. എന്ത് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിലും ചോദിച്ചാൽ മതി. ഞാൻ എന്നെ കൊണ്ടാവുമ്പോൾ എല്ലാം ഞാൻ ചെയ്യാം, ഒക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടല്ലോ വർണിത ഹരിദാസ് എന്നുള്ളതാണ് ID. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ മക്കളെ, നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, വളരെ വിലപ്പെട്ട ഒരു വർഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ വർഷം, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറുതെ അല്ലേ ബാക്കി എല്ലാവരും ഒരു കോഴ്സിന് പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പിന്നെ തോന്നരുത് അയ്യോ എനിക്ക് അന്ന് പഠിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ളൊരു തോട്ട് പിന്നെ വരരുത്. ഇപ്പൊ ചെയ്യാം. ഇപ്പം ഈ ഒരു മാസം കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞതൊന്നും മറക്കണ്ട. താഴെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കയറി ഇപ്പൊ തന്നെ പേയ്മെന്റ് നടത്തുക. ഓക്കെ, ശരി, ഓൾ ദ ബെസ്റ്റ്.